അങ്ങനെ അരുൺ ബ്രോ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. വലിയ തിരക്കിലാണെന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോ അതിന്റെ ഇടയിൽ കുറച്ച് സമയം തന്നതിൽ വളരെ സന്തോഷം. തിരക്കായിരുന്നു. ഇന്നലെ എനിക്ക് വിളിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല, സോറി. കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. ഇന്നലെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് വരാൻ പറ്റിയ സന്തോഷം. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാനിവിടെ നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അറിഞ്ഞായിരുന്നു. ഞാൻ കാണുന്നുണ്ട്, പോസ്റ്റൊക്കെ കാണുന്നുണ്ട്. അതിന്റെ തിരക്കാണ്. എങ്കിലും നമുക്കൊരു കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നു. അപ്പൊ സൗണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. സൗണ്ട് എല്ലാവർക്കും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നു. അതിനകത്തൊരു എന്നെ കേൾക്കത്തില്ലേ മഹേഷ് ബ്രോയ്ക്ക്? എന്നെ കേൾക്കാമോ? എനിക്ക് കേൾക്കാം. എനിക്ക് പ്രശ്നമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ബ്രോ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ബ്രോ ഫസ്റ്റ് തന്നെ ബ്രോനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര്, കാര്യങ്ങൾ എല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബ്രോയുടെ ചാനൽ, എസ്പെഷ്യലി ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, എന്റെ പേര് അരുൺ എന്നാണ്. ഞാനിപ്പോ സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗിലാണ് താമസിക്കുന്നത്. എന്റെ ചാനലിന്റെ പേര് സ്കോട്ടിഷ് മല്ലു ഡയറീസ്. യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഏതിലൂടെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം, ഞാനൊരു ആർമിയുടെ ഒരു പുതിയ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാനൊരു എക്സ് ആർമിയാണ്, ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം പുതിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ ഒരു അവസരം വന്നിട്ടുണ്ട്. അത് മഹേഷ് ബ്രോ പറഞ്ഞപ്പോ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് ബ്രോ. ഒന്നാമത് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും അറിയുന്നില്ല, അറിയാതെ പോകുന്ന പല കാര്യങ്ങളാണ്. അങ്ങനെ പലതും തേടി പിടിച്ച് കൊടുക്കുക എന്നാണ് നമ്മുടെ ചാനലിന്റെ ഉദ്ദേശവും. അതിൽ ബ്രോ കുറച്ച് സമയം തന്നതിൽ വളരെ സന്തോഷം. അപ്പോ മെയിൻ ആയിട്ട് ബ്രോ UK എത്തിയത് എങ്ങനെ എന്ന് നമുക്ക് എല്ലാം പറഞ്ഞു പോവാം. ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം. അതായിരിക്കും കുറച്ചുകൂടി വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോവാം. അതെ, ഞാൻ 2011 സ്റ്റുഡന്റ് വിസ വന്നാണ്. ഇപ്പൊ എല്ലാരും വരുന്ന പോലെ തന്നെ ഇച്ചിരി മുമ്പേ വന്നു ഒന്നേ ഉള്ളു. ഇപ്പം അന്നേരമൊക്കെ അമ്മാവൻ ലുക്ക് എന്നൊക്കെ പറയാം. നമ്മള് കുറച്ചു കാലം മുമ്പ് വന്നോണ്ട് ചിലപ്പോ പറയായിരിക്കും, പക്ഷെ അത്രേ ആയിട്ടില്ല. അതെ. അവ 2011 UK വന്നാണ്, സ്റ്റുഡന്റ് ആയിട്ട് വന്നാണ്. 2012 ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് അറിഞ്ഞു ആർമി റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്റെ ആവശ്യമായിട്ട് നമ്മൾ തേടിപ്പിടിച്ച് അവിടെ എത്തി എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോട് എനിക്കിതാ പറയാനുള്ളത്. എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, ബാക്കി തേടി പിടിക്കാന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ജോലി നമ്മുടെ UK വന്ന സ്റ്റുഡൻസ് പല മേഖലകളിൽ ജോലി തപ്പുന്നുണ്ടെങ്കിലും ഈ ആർമി മേഖലയിൽ അധികം ജോലി തപ്പുന്നില്ല. ഞാൻ ഇതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഒരു മലയാളി പെൺകുട്ടി ആർമിയിൽ ജോയിൻ ചെയ്തതായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും പലരും ഇവിടെയുള്ള ആൾക്കാർ തന്നെ പറയുന്നു അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കില്ല, ആ ഒരു നെഗറ്റീവ് അടി കൂടുതലാണ്. ഓക്കെ, സോ അത് കേറുന്നുണ്ടെന്ന് നമുക്കറിയാം, ആൾക്കാർ കയറി വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് എന്താണ് ഈ ആർമിയിൽ കയറാൻ, ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വന്നിരിക്കുന്നവരാവട്ടെ, ഇനിയിപ്പോ ഇവിടെ 3 വർഷം നിന്നവരോ 5 വർഷം നിന്നവരോ PR ഉള്ളവരോ ആവട്ടെ, ഇവർക്കൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ബ്രിട്ടീഷ് ആർമിയിൽ കയറാൻ സാധിക്കുക. അതായത് ഓരോ സമയത്തും ഓരോ രീതിയിലാണ് അതിന്റെ ക്രൈറ്റീരിയ, ജോയിനിങ് ക്രൈറ്റീരിയ ഒക്കെ. നമ്മളൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് കോമൺവെൽത്ത് കൺട്രിയാണ്. അപ്പൊ ഇവര് നമ്മളെ മൊത്തത്തിൽ കോമൺവെൽത്ത് സോൾജേഴ്സ്. അപ്പൊ കോമൺവെൽത്ത് സോൾജേഴ്സിന് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് റിക്രൂട്ട് ബൗണ്ടറി സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമിലൂടെയാണ്. അതിപ്പോ 19-ാം തീയതി ഇന്നലെ രാവിലെ 7 മണിക്കാണ് ബൗണ്ടറി സ്കീം ഓപ്പൺ ആയത്. അതിനു മുമ്പ് വരെ നമ്മൾ UK 3 വർഷം ആവണം, ചില ജോലികൾക്ക് 3 വർഷം ആവണം, ചില ജോലികൾക്ക് 5 വർഷം ആവണം എന്നുണ്ടായിരുന്നു. ഇതിപ്പം ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രം ഇന്നലെ രാവിലെ 7 മണി തൊട്ട് അപ് ടു 1 വീക്ക് ഇവർ ഓപ്പൺ ചെയ്തൊരു വിൻഡോയാണ്. ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാക്സിമം നമ്മുടെ കുട്ടികൾ, അതായത് ഒത്തിരി പേര് വിസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാനും വന്ന് ബുദ്ധിമുട്ടിയാണ്, ബ്രോയും വന്ന് ബുദ്ധിമുട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കടന്നുപോയൊരു വഴിയാണ്. അപ്പം അത് അധികം ആരും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ആർമി ജോയിൻ ചെയ്ത് ഞാൻ ആർമിയിൽ നിന്ന് ഇറങ്ങിയപ്പം പോലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പറ്റില്ല, ഞങ്ങൾ ഇവിടെ വന്നിട്ട് 10-20 വർഷമായി, ബ്രിട്ടീഷ് ആർമിയിലോ ഇന്ത്യക്കാരന് പറ്റില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞ. അപ്പം പറ്റില്ല, അവർക്ക് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് സർവേ നടത്തിയിട്ട് പറ്റില്ല, സർവേ നടത്തിയിട്ടും അല്ല പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് അറിഞ്ഞു. ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പൊ ആർമിയുടെ ജോബ് ഇങ്ങനെ സ്പൂണിലെടുത്ത് വാലയിൽ കൊടുക്കാനല്ല, ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്ന് മാത്രം പറയാനാണ്. അതിൽ നമുക്ക് ഇപ്പൊ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് ഇപ്പൊ വേണ്ടത് ആർമിയിൽ ജോലി ചെയ്യുന്ന, അതായത് സെർവിങ് സോൾജേഴ്സ് ഇൻ UK ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പൊ ഈ ബൗണ്ടറി സ്കീമിനോട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബൗണ്ടറി സ്കീമിനോട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ സെർവിങ് സോൾജേഴ്സിന്റെ ഫാമിലിയോ ഫ്രണ്ട്സിനെയോ റെഫർ ചെയ്ത് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാന്നുള്ളതാണ്. വേറെ ആരെയും അവരിപ്പം കോമൺവെൽത്ത് കൺട്രിയിൽ നിന്ന് എടുക്കുന്നില്ല, ഇങ്ങനെ റെഫറൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ
ഇവിടെ വന്ന ആർമിയിൽ കയറിയതും ഞാൻ എന്റെ സർവീസിനെ കുറിച്ചും ഒരു വീഡിയോ എന്റെ ചാനലിലൂടെ, സ്കോട്ടിഷ് മലയാളി ഡയറീസ് പറഞ്ഞ ചാനലിലൂടെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. പിന്നെ രാജൻ കുര്യൻ ചേട്ടൻ എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ എന്റെ വീഡിയോ കണ്ട ആൾക്കാർ അപ്ലൈ ചെയ്ത് 2-3 പേര് ആർമിയിൽ സെലക്ട് ആയി അവർ ജോലി ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോയിലൂടെ ഗൈഡ് ചെയ്ത് അവരിലേക്ക് എത്തിച്ചതും അവർ മനസ്സിലാക്കി ട്രൈ ചെയ്തവർക്കും വലിയൊരു എന്താ പറയാ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം ശരിക്കും കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്ത് അവരാണ്. അന്ന് റെഫറൻസ് സ്കീമോ അങ്ങനെ ഒന്നുമില്ല. മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്ത് അവർ ആ പൊസിഷനിലെത്തി. അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അവരെ കൂട്ടി, ആപ്ലിക്കൻസിനെ കൂട്ടി ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് വഴി, അതായത് എന്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞാല് ചെയ്തു തരുന്ന കുറച്ച് ആൾക്കാർ വഴിയായിട്ട് ഞാൻ കുറെ പേരോട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രം അത് അക്സെപ്റ്റ് ചെയ്തു. കുറച്ച് ആൾക്കാർ പറഞ്ഞു റെഫറൻസ് കൊടുക്കുക. എനിക്കറിയത്തില്ല, അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ ഏത് ബാക്ക്ഗ്രൗണ്ട്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണോ ഇല്ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ സോൾജിയേഴ്സിനെ, ആപ്ലിക്കൻസിനെ ആഡ് ചെയ്തൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇപ്പൊ ആപ്ലിക്കേഷൻ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 70 മെമ്പേഴ്സിന് മുകളിൽ ആപ്ലിക്കൻസ് ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30-35 പേരുടെ ഇപ്പൊ ഓൾറെഡി ഒരു ദിവസം ഇന്നും കൊണ്ട് ചെയ്തു കഴിഞ്ഞു. റെഫറൻസ് കൊടുത്ത് ആപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കുറച്ചു പേരുണ്ട് വളരെ ദേഷ്യത്തോടെ പാതിരാത്രി എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ബിരിയാണി ഇല്ല എന്ന് പറയുന്ന പണി കാണിക്കരുതെന്നും പറഞ്ഞ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയ ഒരാളുണ്ട്. ഇന്നലെ അരുൺ കുമാർ എന്ന് പറഞ്ഞിട്ട്. ആ സുഹൃത്തിനെ ഞാൻ ഓർക്കണം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ ക്ലിയർ ചെയ്യാം. നമുക്ക് സംബന്ധിച്ചാൽ എല്ലാവർക്കും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞ എടുത്ത് കയ്യിൽ വെച്ചിരുന്ന സംഭവമാണ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഓരോ ആൾക്കാർക്കും അറ്റ്ലീസ്റ്റ് ഒരു ആർമിയിലേക്ക് ചേരുമ്പോൾ അതിന്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് കാണും. അതിപ്പോ ആർമി മാത്രമല്ല, ഏത് ജോബ് ആണെങ്കിലും അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് താങ്ങാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ കൂട്ടരുത്. അവർ ഒഴിച്ചു വിടുന്നതാണ് ഏറ്റവും വലിയ നല്ലത്. ഇല്ലെങ്കിൽ നമുക്കടക്കം തലവേദനയാണ്. ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഇതിപ്പം നാട്ടിൽ നിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഓൺലൈൻ അപ്ലൈ ചെയ്യാം. പക്ഷെ അവര് ബാക്കി ഫിസിക്കലും മെഡിക്കലും ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ട്. നാട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ UK എന്നുള്ളവരാണെങ്കിലും ഫിസിക്കലും മെഡിക്കലും ലാംഗ്വേജ് ടെസ്റ്റ്. ഇപ്പൊ നമുക്ക് റെഫറൻസ് കൊടുത്ത് ഇവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവര് നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ വിസ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂകൾ ഉണ്ടാവും, 2-3 ഫേസ് ടു ഫേസ് ഇന്റർവ്യൂകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ മെഡിക്കൽ ഉണ്ട്. ഇത്രയും സ്റ്റേജിൽ എത്തുന്നവരെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പൊ ഒരു 60 ആപ്ലിക്കൻസ് നമ്മൾ റെഫറൻസ് കൊടുത്ത് കയറ്റി കഴിഞ്ഞാൽ 10-15 പേരായിരിക്കും അവിടെ എത്തുക, അതിൽ കയറുന്നത്. അപ്പം റെഫറൻസ് കൊടുക്കാൻ പറ്റുന്ന അത്ര ആൾക്കാർക്ക് കൊടുക്കും. അതെന്റെ ഒരു പ്രൊമോഷനാണ്. നമ്മൾ ഒരു പ്രതിഫലവും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു സർവീസ്. നമ്മുടെ ജോലിക്കിടയ്ക്ക് നമ്മൾ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ കുത്തിയിരുന്നിട്ട് ചെയ്യുന്ന, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ നമ്മളോട് ഒരാൾക്ക് കിട്ടാതെ പോയെങ്കിൽ ബാക്കി അങ്ങനെയാണ് ബ്രോ. അത് വളരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക്, ഇത്രയും പണിക്കിടയിൽ ഒരു അരമണിക്കൂർ സമയം എടുത്ത് ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവര് പലരും മെസ്സേജ് അയക്കും. നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അത് കണ്ടിട്ട് ഇവര് വിചാരിക്കും 24 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് കിടക്കുവാണെന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. അത് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കാതെ നമ്മളെ വിമർശിക്കുക. അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് ഇവിടെ പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാല് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് തരാം. മാക്സിമം ആൾക്കാർക്ക്, എന്നെ കൊണ്ട് പറ്റുന്ന ആൾക്കാർക്ക്. അതിപ്പം റെഫർ ചെയ്യുന്ന ആള്, സെർവിങ് സോൾജേഴ്സ്. ഞാനിപ്പോ എനിക്ക് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി എക്സ് ആർമിയാണ്. എനിക്ക് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഉള്ള സോൾജേഴ്സ് ഇപ്പൊ അവര് പറയാ എന്റെ ലിമിറ്റ് ആയി, ഞാൻ ഇനി ചെയ്യില്ല ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജോലി സെക്യൂർ ആക്കണം. അവര് ആർമിയിൽ കയറി ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ ജോലിയെ ഒരു ഇതിലാക്കിയിട്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാക്കിയിട്ട് അവർ റെഫർ ചെയ്യത്തില്ല, മറ്റൊരാൾക്ക് വേണ്ടി അവർ ചെയ്യത്തില്ല. അതിന്റെ ക്രൈറ്റീരിയ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ക്രൈറ്റീരിയ ആണ്. അതിപ്പോ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അതിൽ തന്നെ തുടങ്ങിക്കോ. അത് ക്ലിയർ ആയിട്ട് തുടങ്ങി. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പറ്റില്ല. UK ഉള്ളവരാണെങ്കിൽ വൺസ് അവർ ഇല്ലീഗൽ ആയി കഴിഞ്ഞാൽ പറ്റില്ല. അസൈലം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടോ അസൈലം വിസ നിൽക്കുന്ന ആൾക്കാർക്കോ പറ്റില്ല. ലീഗലായിട്ട് UK നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കാണെങ്കിലും പറ്റും. അത് സ്റ്റുഡന്റ് ആണെങ്കിലും സ്റ്റുഡന്റ് ആണെങ്കിലും ഡിപ്പെൻഡന്റ് ആണെങ്കിലും വർക്ക് വിസയിലുള്ളവരാണെങ്കിലും ഒക്കെ ആർക്ക് വേണമെങ്കിലും പറ്റും. ഈ വർക്ക് വിസയിലുള്ളവർക്ക് ഞാനൊരു കാര്യം പറയാം. ആർമി ചേരുന്നതിന് മുമ്പ് അവർ NOC ചോദിക്കും, എംപ്ലോയർ എടുത്തുനിന്ന് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ എംപ്ലോയർ തരില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ്. അങ്ങനെ നിങ്ങളുടെ എംപ്ലോയർ തരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി.
അതെ. അല്ല ഞാൻ ആരെയും ഒത്തിരി ആശ തന്ന് എന്താ പറയാ, ആന വന്നാലും ആശ എന്ന് ഇല്ല, പറയുന്ന പോലെ ഞാനൊരു അത് ആർക്കും നമ്മുടെ ഞാനിപ്പോ ഈ തരുന്നില്ല. ലൈവ് ഞാൻ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് പോർഷൻസ് എടുത്തിട്ട് ഇവരുടെ മുമ്പിൽ ഇടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ, ഇവര് ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് മനസ്സിലാക്കുന്നവർ കൂടെ നിന്നാൽ മതി. അതെ. വെറുതെ നിൽക്കണ്ട. അതെ അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു സ്കീം ഇപ്പൊ ആർമിയിലേക്ക് കയറാൻ ഇങ്ങനെ ഒരു സ്കീം ഇപ്പോഴുണ്ട്. അതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സർവിങ് സോൾജറെ കണ്ടുപിടിച്ച് അവരുടെ റെഫറൻസ് മേടിച്ചെടുക്കുവാണെങ്കിൽ വെരി ഗുഡ്. തീർച്ചയായിട്ടും. നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാം. അതെ പിന്നെ അങ്ങനെ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് മാക്സിമം ഞാൻ ചെയ്തു തരും. തീർച്ചയായിട്ടും പിന്നെ ഈ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ കൂടെ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് അധികം ആൾക്കാരെ അറിയിക്കുക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അപ്ലൈ ചെയ്യട്ടെ എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇതിന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ എലിജിബിലിറ്റി പറഞ്ഞ പോലെ ഇനിയിപ്പോ ഒരു ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്, അത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെ കാര്യമായിട്ട്. നമ്മുടെ ഇപ്പം UK വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കും, അതെ ഇല്ല +2 അതെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആയിരിക്കും. അതെ. അപ്പം ഒരു ഇതിന്റെ ആർമിയുടെ മെയിൻ മിനിമം ആയിട്ട് ഡിഗ്രി എന്ന് പറയാം നമുക്ക്. ഡിഗ്രി എന്ന് പറയാം. പിന്നെ മിനിമം ഒരു മാത്സും ഇംഗ്ലീഷിനും ടെസ്റ്റ് ഉണ്ടാവും, അവിടെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ടാവും, നമ്മുടെ ഡ്രൈവിംഗിന്റെ തിയറി പോലെ. അതെ അതിനകത്തൊരു 60 എബോവ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതെ 60% എബോവ് സ്കോർ ചെയ്യാൻ പറ്റണം. അതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ. അത് ആർമി ബാർബ് ടെസ്റ്റ് എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂട്യൂബിലുണ്ട്. അതെ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആർമി ഫിസിക്കൽ ടെസ്റ്റ്. ഓക്കെ. ബ്രിട്ടീഷ് ആർമി ഫിസിക്കൽ ടെസ്റ്റ് എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫിസിക്കൽ ടെസ്റ്റിന്റെ വീഡിയോ നമുക്ക് കിട്ടും. ഓരോരുത്തർക്കും അത് കയറി മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ക്രൈറ്റീരിയകളും അവരുടെ വെബ്സൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്പെക്സ് ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒത്തിരി പേരുടെ പേടിയാണ്. സ്പെക്സ്, ഹൈറ്റ് മിനിമം ഇത്ര വേണം, വെയിറ്റ് കുറവ്. നിങ്ങൾക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വെയിറ്റ് കൊണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റുമെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിൽ ഞാൻ പറയാം, 2012 ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് 10.5 മിനിറ്റ് കൊണ്ട് 1.5 മൈല്, അതായത് 2.4 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടി കവർ ചെയ്യണമായിരുന്നു. ഓക്കെ. ഇപ്പൊ അത് ബീപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിലേക്ക്, ഇൻഡോർ ടെസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇച്ചിരി കൂടെ ഹാർഡാണ്. ഓരോ ബീപ്പിനുള്ളിൽ നമ്മൾ പോയിന്റ് ടു പോയിന്റ് എത്തണം ബീപ്പ് ടെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിൽ എന്നോട് ഒരാൾ വിളിച്ചിട്ട് ചേട്ടാ എനിക്ക് 100 കിലോയുടെ മുകളിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് കൊടവേറൊക്കെ ചാടി ഒന്നും ചെയ്യാതെ കൊല്ലങ്ങളായിട്ട് ഇരിക്കുന്നവരെ ഫിസിക്കൽ ടെസ്റ്റിൽ ഫെയിൽ ആയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അതെ തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടന്റ് ആണ്. അതെ. അപ്പൊ ഇതിനകത്ത് ഏജ് ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ഏജ് 37 വയസ്സ് വരെ. 36 വയസ്സും 11 മാസം ഉള്ളവർക്ക് വരെ ജോയിൻ ചെയ്യാം. 37 ആയാൽ പറ്റില്ല. അതെ, വളരെ നല്ലൊരു കാര്യം. ഓക്കെ. അതിനൊപ്പം തന്നെ വേറെ ഇപ്പൊ എല്ലാവരും കമന്റിലൂടെ ഒക്കെ ചോദിക്കുന്നതാണ്, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ദുബായിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഖത്തറിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇനിയിപ്പോ അപ്പോ അതിനെന്താണ് നമുക്ക് ഉത്തരം കൊടുക്കേണ്ടത്? നമ്മൾ കോമൺവെൽത്ത് സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തു നിന്നും ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. വൺസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്ഡ് ആയി നിങ്ങൾ പാസ്സായെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാർബ് ടെസ്റ്റ്, ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും ടെസ്റ്റ് ആണ്. പിന്നെ ഫിസിക്കലാണ്, പിന്നെ മെഡിക്കലാണ്. ഇതിനെല്ലാത്തിനും നിങ്ങൾ ഫിസിക്കലി UK ഉണ്ടാവും. വേറെ എവിടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് പുറത്തിരുന്ന് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്താ ചോദ്യം വന്നു. ഓക്കെ, അതങ്ങോട്ട് വിട്ടുപോയി. ഇതിനകത്ത് ജോബ് ക്രൈറ്റീരിയ ഇപ്പൊ നമ്മളിപ്പോ ആർമിയിൽ എന്ന് പറയുമ്പോൾ പല കാറ്റഗറി ഉണ്ടാവുമല്ലോ അല്ലെ, ഇതിൽ എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നതിനകത്ത്? ഇപ്പം മ്യൂസീഷ്യനെ എടുക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ അതിന് ട്രൈ ചെയ്യാൻ ചാൻസ് തീരെ കുറവുള്ള ഒരു കാര്യമാണ് മ്യൂസീഷ്യൻ. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ വേറൊരു ഇതിലേക്കും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. അത് എത്ര ഫെമിലിയർ ആയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഈ മെക്കാനിക്കലും ഇലക്ട്രിക്കലും ആണ് ഞാൻ നമ്മുടെ ആൾക്കാർക്ക് കൂടുതലും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം മെക്കാനിക്കലിലും ഇലക്ട്രിക്കലിലും അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ എന്നൊരു പേടി വേണ്ട. ഇപ്പൊ ഇവിടുത്തെ ഒരു ജോബ് സിസ്റ്റം അറിയാലോ. ഇവിടെ നമ്മളൊരു ജോലിക്ക് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ അവർ അതിന്റെ ട്രെയിനിങ് തരും. ബേസിക് ട്രെയിനിങ് പ്ലസ് നമ്മുടെ ട്രേഡ് ട്രെയിനിങ് ഉണ്ട് ആർമിയിലേക്ക്. അവർ അതിന്റെ ട്രെയിനിങ് തരും. നമ്മൾ അപ്ലൈ ചെയ്ത് പാസ്സാവുക എന്നുള്ള ഇത് മാത്രമാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു അവസരം തന്നെയാണ്. ഇപ്പോഴും ഒന്നും കൂടി നമുക്ക് ഇവർക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടിലുള്ളവർക്ക്, കോമൺവെൽത്ത് കൺട്രിയിൽ നിന്ന് ഉള്ള നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏത് രാജ്യത്തു നിന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നാട്ടിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണെങ്കിൽ അവിടെ നിന്നെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിനകത്തൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒരു മിനിമം ഡിഗ്രി അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം
മറ്റേ ഏജ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 37 വയസ്സിന് താഴെ ഉള്ള ആൾക്കാരായിരിക്കണം ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇതിന് ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗേൾസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ നമുക്ക്? ചെയ്യാൻ പറ്റും. ഈ ഡിഗ്രി നമ്മള് ഇത് പറഞ്ഞില്ലേ, ഇവര് എഡ്യൂക്കേഷൻ ചോദിക്കുന്നില്ല അതിനകത്ത്. ഒരു മിനിമം നമ്മുടെ ഇംഗ്ലീഷിന്റെ മാച്ചിന് ലെവൽ 2, യുകെയിൽ ലെവൽ 2 എന്നാണ് പറയുന്നത്. അതായത് GCSE കഴിഞ്ഞ് HSC ആ ലെവലില് എത്തിയ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഒരു മറ്റൊരു സർട്ടിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും അവർ ചോദിക്കത്തില്ല. ജസ്റ്റ് +2 പാസ്സായാൽ മതി. +2 പാസ്സായവർക്കാണെങ്കിലും ഇത് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇംഗ്ലീഷും മാച്ചും മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മലയാളികൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരൊക്കെ ആർമിയിൽ കയറിയിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. താഴത്തെല്ലാം കമന്റ് വരുന്നത് പലരും ആർമിക്കാരാണെന്നാണ് അറിയുന്നത്, എനിക്ക് തോന്നുന്നു. അപ്പോ പലരും ഇതിനകത്ത് സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാം എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോ പിന്നെ ബ്രോ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും, ക്ലിയർ ചെയ്യണം. ഏത് രാജ്യത്ത് വേണേലും അപ്ലൈ ചെയ്യാന്ന്. നമ്മള് താമസിച്ച രാജ്യത്തിന്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടിവരും. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നല്ലപോലെ വളരെ ഇമ്പോർട്ടന്റ്, പ്രത്യേകിച്ച് ഡിഫൻസിലേക്കാണല്ലോ. അതെ, ഞാൻ 1 മാസം മുമ്പ് കണ്ട ഒരു പെൺകുട്ടി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തു. അപ്പൊ അതിനകത്ത് അവള് പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒരുപാട് നീണ്ടു നിന്നൊരു കാര്യമായിരുന്നു. ആ കുട്ടിയുടെ കോണ്ടാക്ട്സ് തരണം, ആ കുട്ടിയോട് നമുക്ക് കുറച്ചുകൂടെ റെഫറൻസ് കൊടുക്കാം. തീർച്ചയായിട്ടും. താഴത്ത് വരുന്നത് ഐ മീൻ എയർഫോഴ്സ്, ഞാൻ ആർമിയിലാന്നൊക്കെ വരുന്ന താഴത്ത് കുറെ കമന്റുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിനടിയിൽ ബ്രോ കൊടുക്കുന്ന. ഞാൻ സുഹൃത്തുക്കളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാം, ഒന്ന് DM ചെയ്യുക. DM ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ലിങ്കോ കാര്യങ്ങളും തരാം. അത് മാത്രമല്ല നിങ്ങൾക്കും ഇതിനകത്തൊരു പാർട്ട് ആവാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നന്നായിരുന്നു. കാരണം നമുക്ക് അറിയാത്തൊരു കാര്യം നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനകത്ത് ആരെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടോ പോയി ജോലി നേടിക്കഴിഞ്ഞാൽ അത് അത്രയും വലിയ നല്ല കാര്യമായിരുന്നു. ഇപ്പൊ ആർമിയിലോ എയർഫോഴ്സിലോ ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയത്തില്ലാത്ത ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, നമുക്കറിയാം. എനിക്ക് അറിയാം, അവരോട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരെ ഒക്കെ വന്നിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് റെഫറൻസ് കൊടുത്ത് ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടാൻ ഹെൽപ്പ് ചെയ്യണമെന്നും കൂടി പറയുകയാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾ റെഡിയാണ്. പലരും എനിക്കിത് ഇൻബോക്സ് വരെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇൻബോക്സിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ബ്രോക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടുവാണ്. ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നു എന്ന്. വളരെ ഉപകാരം. കുറച്ചുകൂടി റെഫറൻസ് കിട്ടുവാണെങ്കിൽ നമ്മുടെ അത്രയും കൂടി ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, കുറച്ച് 2-3 പേരും കൂടി രക്ഷപ്പെട്ടു പോവാണെങ്കിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യം. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ബ്രോ, അറിയാത്ത ഇൻഫർമേഷൻ നമ്മൾ കൊണ്ടുവന്ന് മുന്നോട്ട് കൊടുക്കുന്നു. അത് വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി മാക്സിമം ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ചോദ്യം വിട്ടുപോയി, സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്നുള്ള ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കറിയാതെ സ്പോൺസർഷിപ്പ് കിട്ടുന്നുള്ളൂ. അത് ബ്രോന്റെ സൈഡിൽ നിന്ന് ക്ലിയറൻസ് തന്നോളൂ. സ്പോൺസർഷിപ്പ് കിട്ടും. നമുക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാൻ 23,490 ഉള്ള ആൾക്കാർക്ക് ആർമിയിലുണ്ടെങ്കിൽ നമുക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നു പുറത്ത് ഇച്ചിരി കൂടുതൽ വേണം. അപ്പം ഡിഫൻസിന്റേതായ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ഡിപെൻഡന്റ് വിസയിൽ കൊണ്ടുവരാനാണെങ്കിലും നമുക്ക് വിസ കിട്ടും. സ്പോൺസർഷിപ്പ് ആർമിയിൽ കയറുമ്പോൾ നമുക്ക് വിസ വേണം, നിലവിൽ വിസ വേണം. 3 മാസമെങ്കിലും മിനിമം വിസ വേണം. ഇവനിപ്പോ വിസിറ്റിംഗ് വിസ ആണെങ്കിലും UK നിൽക്കാനുള്ള വിസ വേണം. പക്ഷെ ആർമി കയറി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ അവർ നോക്കും. ഞാൻ കയറിയ സമയത്ത് വിസ ഫീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് അത് 12 കൊല്ലം മുമ്പാണ് ഞാൻ സംസാരിക്കുന്നത്. അന്ന് എനിക്ക് ഡയറക്റ്റ് PR ആണ് കിട്ടിയത്. എനിക്ക് വിസയൊന്നും അല്ലായിരുന്നു. അന്ന് PR കിട്ടി, രക്ഷപ്പെട്ട ഒരു ഭാഗ്യവാനാണ്. ഒരു ഭാഗ്യം തന്നെ, സ്റ്റുഡന്റ് വിസയിൽ നിന്ന് ഡയറക്റ്റ് PR-ലേക്ക്. അപ്പൊ അങ്ങനെ കിട്ടിയ അങ്ങനെയില്ല. ഇപ്പൊ വിസയാണ് കൊടുക്കുന്നത്. ആർമിന്ന് എന്ന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തോ അന്ന് അവർക്ക് ക്യാൻസൽ ചെയ്യാവുന്ന വിസയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫീസ് അന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ഇന്നത്തെ കാര്യം എനിക്ക് അറിയില്ല. ഇന്നും കടന്നു പോകുന്ന ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇവിടുത്തെ ഒരു റൂൾ അറിയാലോ, വിസ റൂൾസും ഫീസിന്റെ റൂൾസും ഒക്കെ അവരെപ്പോഴും ഒരു 3 മന്ത്സ് കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അത്ര അപ് ടു ഡേറ്റ് അല്ല ഇപ്പം വിസ ഫീയുടെ കാര്യത്തില്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് നമുക്ക് എനിക്ക് വിസ ഫീസ് ഒക്കെ ഇരിക്കട്ടെ. അത് നമുക്ക് ഇവർ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടീമുകൾ തന്നെ എവിടെ കിടക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. അതൊന്നും പ്രശ്നമല്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഇത് ആക്ച്വലി ഇപ്പൊ ഇവരുടെ ഡൗട്ട് ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയും, അറ്റ്ലീസ്റ്റ് ഒരു +2 ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇവർ തരുന്ന ഇംഗ്ലീഷ് ടെസ്റ്റുകൾ പാസ് ആവുക, ലെവൽ 2 ഇംഗ്ലീഷ് ടെസ്റ്റ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല മാത്സിൽ അത്യാവശ്യം എന്താ പറയാ ഒരു ലെവൽ 2 ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നു അല്ലെ. അപ്പോ അതിന് പുറമെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഏത് രാജ്യത്തൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കോമൺവെൽത്ത് കൺട്രിയിൽ നിന്ന്. നിങ്ങൾക്ക് പക്ഷേ DBS PCC എന്ന പോലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ എന്താ പറയാ ഇതിന് ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്കീം ബ്രിട്ടീഷ് ബൗണ്ടി സ്കീം എന്നുള്ള ഒരു സ്കീമാണ്. അതുകൊണ്ട് റിക്രൂട്ട് ബൗണ്ടി സ്കീം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ആർമിയിലുള്ള ആൾക്കാർക്ക് നിങ്ങളെ റെഫർ ചെയ്യാനുള്ള ഒരു സ്കീമാണ്. അപ്പോൾ ഇതിനൊരു ഗ്രൂപ്പ് തന്നെ സെപ്പറേറ്റ് നമ്മുടെ സ്കോട്ടിഷ് മല്ലു അരുൺചേട്ടൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്കുള്ള ഹെൽപ്പ് അതിനകത്ത് അവർ റെഫർ ചെയ്യാനുള്ള ഹെൽപ്പ് അവർ ചെയ്തിരിക്കും. അപ്പോ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് അല്ലെ. അതിന് സ്പോൺസർഷിപ്പിന് എലിജിബിൾ കൂടിയാണ്, അത് ഡിപ്പെൻഡൻസിനെയും കൊണ്ടുവരാനും സാധിക്കും അല്ലെ. അപ്പൊ എല്ലാവർക്കും എനിക്കൊന്ന് വളരെ ക്വിക്കായിട്ട് വളരെ ഷോർട്ടായിട്ട് മനസ്സിലായി. അപ്പൊ ഇതെന്തായാലും നാളെ റീലായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരും. ഓക്കെ. അപ്പോ അത് മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ താഴത്ത് പിൻ ചെയ്ത് വെക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രോക്ക് 2-3 ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടി വരും പെട്ടെന്ന് തന്നെ. എങ്കിലും ഞാൻ താഴത്ത് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ. അപ്പോ ഞാൻ കാരണം ഇനി എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ലോഡ് മെസ്സേജ് ഇപ്പൊ തന്നെ നമുക്ക് വന്നു. അപ്പൊ ഇനി അതിനകത്ത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും വാട്സ്ആപ്പ് ലിങ്ക് ചോദിക്കുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാൻ, നമ്മുടെ ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാനിപ്പോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയുടെ താഴത്ത് നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്യും. ഇൻ കേസ് ഈ വീഡിയോ ഡിലീറ്റ് ആയാലും ഞാൻ ഒരു കാര്യം ചെയ്യും, ഇതിനെ വളരെ ക്രിസ്പായിട്ട് ഷോർട്ടായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. അതിന്റെ താഴത്ത് ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോ ബ്രോ ഇനി ഈ ഒരു പാർട്ട് അവിടെ ഇരിക്കട്ടെ, ബ്രിട്ടീഷ് നമ്മുടെ റിക്രൂട്ട് ബൗണ്ടി സ്കീമിനെ കുറിച്ച്. എനിക്ക് കുറച്ച് ഇനി ആർമി ലൈഫ് ഇവിടുത്തെ നമ്മുടെ എന്റെ അച്ഛൻ ആർമിയാണ്, എന്റെ അച്ഛൻ എക്സ് ആർമിയാണ്. സോ നാട്ടിലെ ആർമിയാണ് ഇവിടുത്തെ അല്ല. അപ്പോൾ ഇവിടുത്തെ ആർമിയുടെ ഒരു ശൈലികൾ അറിയാനായിട്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. എന്താണ് ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും, വളരെ സന്തോഷമായിരുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്, ട്രെയിനിങ് എത്ര മാസം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ബേസിക് ട്രെയിനിങ് 6 മാസമാണ്. ഫിസിക്കല് വിത്ത് വെപ്പൺ. പിന്നെ ട്രേഡ് ട്രെയിനിങ് ഉണ്ട്. ട്രേഡ് ട്രെയിനിങ് നമ്മൾ ആ ഒരു പാസ് ആകുന്നിടം വരെ ട്രെയിൻ ചെയ്യാറുള്ളത്. ഇപ്പം വെപ്പൺ ഹാൻഡ്ലിംഗ് ആണെങ്കിലും നമ്മൾ പാസ് ആവണം. പാസ് ആകാതെ അവർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഞാൻ ജോയിൻ ചെയ്തത് റൈഫിൾമാനായിട്ടാണ്, ഇൻഫാൻട്രിയിലാണ് ജോയിൻ ചെയ്തത്. റൈഫിൾമാൻ ജോയിൻ ചെയ്യണമെങ്കിൽ റൈഫിൾമാനായിട്ട് നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ വെപ്പൺ ഹാൻഡ്ലിംഗ് നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് റൈഫിൾമാനായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആർമിയിൽ മെഷീൻ ഗണ്ണർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മെഷീൻ ഗൺ ഓപ്പറേഷൻ ആണ്. നെറ്റ്വർക്ക് പോയി എനിക്ക് തോന്നുന്നു. UK-ലെ ആർമിക്ക് ഇവിടെ നമുക്കറിയാലോ ബോർഡർ ഇല്ല. ഓപ്പറേഷൻസ് എല്ലാം എബ്രോഡാണ്. അത് ഏത് രാജ്യമാവാം, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ പ്രകൃതി ദുരന്തങ്ങളുണ്ടോ, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എല്ലായിടത്തേക്കും UN വഴിയും നാറ്റോ വഴിയും പോവും. ബ്രിട്ടീഷ് ആർമി പോകുന്നതാണ്. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻസ് എവിടെയാവാം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, സിറിയ, അങ്ങനെയുള്ള ഏത് രാജ്യങ്ങളിലും ആവും. അപ്പൊ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ബറ്റാലിയനിലേക്ക് അവർ അസൈൻ ചെയ്യാണ്. ആ ബറ്റാലിയനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ ബറ്റാലിയൻ എവിടെ പോകുന്നോ നമ്മളവിടെ പോകും. 6 മാസമാണ് ഓരോ ഓപ്പറേഷനും പീരീഡ്. 6 മാസമാണ്. സൈപ്രസ് ഉണ്ട്, സൈപ്രസിൽ പീസ് കീപ്പിംഗ് ഉണ്ട്, ടർക്കിഷ് ബോർഡറിൽ. അതുപോലെ ഒത്തിരി കെനിയയിലുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷ് ആർമി ഉണ്ട്. ഓരോ ബറ്റാലിയനായിട്ട് അവിടെ പോവാണ്. തീർച്ചയായിട്ടും. അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ശരിക്കും ബ്രിട്ടീഷ് ആർമി? ഭയങ്കര ഹാർഡാണ് നമ്മുടെ നാട്ടിൽ. ട്രെയിനിങ് ഭയങ്കര ഹാർഡാണ്. നമ്മളെ ഒരുക്കി എടുക്കുവാണ്. അപ്പം അവര് നമ്മള് ശരിക്കൊന്ന് മെരുക്കി എടുക്കും. അത് ട്രെയിനിങ് ഹാർഡാണ്. ഒന്നാമത് പിന്നെ ഇവിടുത്തെ കമാൻഡുകൾ നമുക്ക് ഒന്നാമത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വേറൊന്നാണ്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് വന്ന ഒരാളാണ്. അപ്പൊ ഇവിടുത്തെ കമാൻഡുകൾ മൊത്തം ഇംഗ്ലീഷിലാണ്, അവരുടെ ആക്സെന്റ് ആണ്. അവർ കമാൻഡിങ് വേർഡ് ഒന്നും നമുക്ക് എല്ലാം ഒന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്ന് പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ ട്രെയിനിങ്ങിന്റെ സമയത്താണെങ്കിൽ ഒരാൾ മിസ്റ്റേക്ക് ചെയ്താൽ അവര് പണിഷ് ചെയ്യുന്നത് ആ ഹോൾ പ്ലറ്റൂണിനെയാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു പ്ലറ്റൂണിൽ 50 പേരുണ്ടെങ്കിൽ മൊത്തം 50 പേരെയും പണിഷ് ചെയ്യും ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ. പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു മല കാണിച്ചിട്ട് ഓടിപ്പോയി ആ മരത്തെ തൊട്ടിട്ട് വരിക,
അല്ലെങ്കിൽ നിൽക്കുന്ന നിപ്പില് നമ്മുടെ ഹൈനി ആയിരിക്കും. ഒരു അവർ ചെയ്തോളാൻ പറയാം. അവരിങ്ങനെ കൈകൊണ്ട് കാണിക്കും, ഒരു 10 മിനിറ്റ് അങ്ങനെ അങ്ങ് പോകും. നമ്മുടെ പതയ്ക്ക് പുറത്തു പോരും. അങ്ങനെ അങ്ങനെ പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ നമ്മുടെ ദേഹത്താരും കൈവെക്കില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ ദേഹത്ത് കൈവെക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അത് ഇവിടെ ഇല്ല. ആരും നമ്മളെ അങ്ങനെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ ഇവിടുത്തെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർമി എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഡ്രീം ആയിരുന്നു. ചെറുപ്പം മുതലുള്ള എന്റെ ഡ്രീം ആയിരുന്നു. ഞാൻ അത് +2 കഴിഞ്ഞ് എന്റെ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ണാടി പറ്റൂലല്ലോ. ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ +2 കഴിഞ്ഞ് NDAയുടെ എക്സാം എഴുതി ഫെയിലായി. എയർഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റിന് പോയി, ബാംഗ്ലൂർ ഫെയിലായി. അതൊക്കെ കഴിഞ്ഞ് ലണ്ടനിൽ വന്നപ്പോഴാണ്, ലണ്ടനിൽ സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ വന്നു, പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ വന്ന ആഴ്ച തന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നൌഷാദ്. അവനെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കോഴിക്കോടുകാരൻ. അവൻ നാട്ടിൽ തിരിച്ചു. അവരൊക്കെ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു 95% ആൾക്കാർ നാട്ടിൽ തിരിച്ചു പോയി. അന്ന് ഇവിടെ പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരൊക്കെ നാട്ടിൽ തിരിച്ചു. അവൻ എന്നോട് പറഞ്ഞു ആർമി റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ട്രെയിനിങ് പാസ്സായാൽ നേരെ അഫ്ഗാൻ or ഇറാഖ്. എനിക്കത് പറ്റില്ല. അത് എനിക്കത് പറ്റില്ല എന്നും പറഞ്ഞ് കേൾക്കുന്നവരൊക്കെ മാറി. അപ്പോ എന്റെ ഉള്ളിൽ ഇതുണ്ട്, വൈനോട്ട്, എന്തുകൊണ്ട് ട്രൈ ചെയ്തു വരാം. നമുക്കിപ്പോ എന്താ കിട്ടാനുള്ളൂ, നഷ്ടപ്പെടാനൊന്നും ഇല്ലാന്ന് ചിന്ത നമുക്കുള്ളൂ. അന്ന് ഞാന് ആർമിയുടെ കരിയേഴ്സ്, അത് കഴിഞ്ഞ് ഞാൻ സൗത്താംപ്ടണിൽ ഒരു ജോലി കിട്ടി, മാറിപ്പോ അവിടെ കരിയേഴ്സ് ഓഫീസിൽ പോയി. അന്നേരം പറഞ്ഞു ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തു. റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വിൽ കോണ്ടാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ഹെയർഫോർഡ് ഒരു ജോലിക്ക് പോയി. ആ സമയത്ത് വെയിൽസിന്റെ ബോർഡറിൽ. അപ്പൊ അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു, അവിടുത്തെ കരിയേഴ്സ് ഓഫീസിൽ പോയി. അവർ പറഞ്ഞു പറ്റത്തില്ല, ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരിക്കണം എന്ന് പറഞ്ഞു. അവിടുന്ന് റിജക്ട് ആയി. വീണ്ടും ലണ്ടനിലെ KFCയിൽ ജോലി കിട്ടി. ഞാൻ ലണ്ടനിലേക്ക് തിരിച്ചു വന്നപ്പോൾ കോളേജ് പഠിത്തം നടക്കുന്നുണ്ട് എന്റെ കൂടെ. അപ്പൊ ലണ്ടനിൽ ജോലി കിട്ടുമ്പോൾ സുഖമാണല്ലോ. അപ്പം ജോലി കിട്ടി തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇൽഫോർഡുള്ള നമ്മുടെ കരിയേഴ്സ് ഓഫീസിൽ പോയി. അപ്പൊ അവർ പറഞ്ഞു യെസ് വി ക്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എല്ലായിടത്തും പറ്റും. പലരും പല രീതിയിൽ പറയുന്നുള്ള അതിന്റെ റീസൺ പലതായിരിക്കാം. അല്ല, നമ്മുടെ മലയാളികൾ തന്നെ ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ താഴത്ത് വരുന്ന പൊങ്കാല, ഇത് ഇവിടെ പറ്റില്ല, നമുക്ക് പറ്റില്ല, 5 വർഷം കഴിയണം, 6 വർഷം കഴിയണം, അതൊക്കെയാണ് പൊങ്കാല. അപ്പം അങ്ങനെ ഇൽഫോർഡ് ചെന്നപ്പം അവരെന്റെ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വെച്ചു. ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തു. ലാംഗ്വേജ് അവർക്ക് ഏറ്റവും ആദ്യം അറിയേണ്ട ലാംഗ്വേജ് ആണ്. നമ്മളൊന്ന് പുറത്തുനിന്നുള്ളവരാണ്. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ പറയുന്നത് അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, ഈ 2 കാര്യങ്ങൾ. അതായത് എനിക്കൊരു സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരാളുടെ ഉണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ വെയിൽസിൽ നിന്നുള്ള ഒരാളുടെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നമ്മളോട് പറയും ഇതിന്റെ പർപ്പസ് എന്താണ്, ഞങ്ങൾ ഇത് എന്തിനാണ് ചെയ്യുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരണം, ഞങ്ങൾ ഇത് വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വിത്ത് ദിസ് പേഴ്സൺ, ഹീസ് ഫ്രം ദിസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയും ബി പ്രിപ്പയർഡ്. ഈവൻ ഫിസിക്കൽ ട്രെയിനിങ്ങിനാണെങ്കിൽ അവർ പറയും യു നീഡ് ടു മീറ്റ് ദിസ് ആൻഡ് ദിസ് ആൻഡ് ദിസ്, സോ ബി പ്രിപ്പയർഡ്. അവർ നമ്മളോട് പറഞ്ഞിട്ട്, ഇതൊന്നും നമുക്കൊരു മിന്നൽ അറ്റാക്ക് പോലെ വരുന്നതല്ല, എല്ലാം നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തന്നിട്ടാണ്. ഹൗ ലോങ് ഈ നീഡ്. എന്റെ പ്രോസസ്സിങ് ഏകദേശം 12 മാസം എടുത്തു. നമ്മുടെ നാട്ടിലെ ജസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റിന് പോയി ഒരു പാസ്സായി അടുത്ത ആഴ്ച അങ്ങനെയല്ല. എന്റെ ഡോക്യുമെന്റും ചെക്കും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഫിസിക്കലും മെഡിക്കലും എല്ലാം കൂടെ 12 മാസം എനിക്ക് എടുത്തു. 12 മാസം എടുത്തു. അത് കഴിഞ്ഞ് ട്രെയിനിങ് എനിക്ക് ഏറ്റവും പറ്റിയതെന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് എന്നോട് ചോദിച്ചു എപ്പോഴാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ പറഞ്ഞെടുത്തു. അപ്പൊ ഒക്ടോബറിലായിരുന്നു. ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ ആയിരുന്നു എന്റെ, ഏപ്രിൽ വരെ ആയിരുന്നു എന്റെ ട്രെയിനിങ്. അത് ഓൾ ദ വേ ത്രൂ വിന്റർ ആണ്. ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ ഇവിടുത്തെ ഫോറസ്റ്റുകളില് മലയുടെ മുകളിൽ ഒക്കെ പോയി നമ്മൾ ടെന്റ് അടിച്ച് അവിടെ താമസിച്ച് 6 ആഴ്ചയൊക്കെ സ്ട്രേറ്റ് നമ്മൾ അവിടെ താമസിച്ച് ഉള്ള ട്രെയിനിങ് ആണ്. അപ്പൊ സ്നോ വീണോണ്ടിരിക്കുകയായിരിക്കും, -6 ആയിരിക്കും, -10 ആയിരിക്കും. അവർക്ക് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഈ ട്രെയിനിങ്ങിനോട് നമ്മൾ കടന്നു പോകണം. അതിനിടയ്ക്കാണ് വെപ്പൺ ട്രെയിനിങ് ഒക്കെ. അപ്പം രാവിലെ പുറത്തിറങ്ങി കഴിയുമ്പോഴേ, സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ നമ്മുടെ ഫിംഗറൊക്കെ മരയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് എങ്ങനെ വെടിവെക്കാൻ പോവാന്നുള്ള, അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ഉള്ള. എനിക്ക് വെതർ ആയിരുന്നു. എനിക്ക് ഫിസിക്കലൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഫിസിക്കലൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ വെതർ ആയിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് UK-ൽ. അപ്പൊ എനിക്ക് നമ്മുടെ കാണുന്ന എല്ലാവർക്കും തന്നെ അതൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ഇപ്പൊ പിള്ളേർ ഇത്രയും മെസ്സേജ് എല്ലാവർക്കും താല്പര്യമുണ്ട്. അതിപ്പോ അതിന് കയറുമ്പോ പിന്നെ അവരുടെ എങ്ങനെയാണ് അത് മാറുക, അവരുടെ ചിലരുടെ ഒരു ഇന്നലെയൊക്കെ എനിക്ക് വന്ന മെസ്സേജുകൾ അനുസരിച്ച് ചിലരുടെ ഒരു വിചാരം ഞാൻ ആർമി ജോബ് എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്,
എടുത്ത് ഇങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയല്ല, നമ്മളൊക്കെ ചെന്ന് കയറിയ ഞാൻ സത്യം പറയാലോ, ഞാനൊരു വലിയ ചെങ്കടൽ നീന്തി ചെന്ന് കയറിയ പ്രതീതിയില്ല ഞാൻ അവിടെ ചെന്ന് എത്തിപ്പെട്ടത്. അതൊരു അത്ര വലിയൊരു കടമ്പയായിരുന്നു. അത് നമുക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ല, ഇല്ല, ഒരാളോട് പോലും ഒന്നും ചോദിക്കാനില്ല. എല്ലാരും ഇപ്പം എന്റെ പുറകെ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കുള്ളൂ, എന്റെ മുമ്പിൽ പോയി ആരെ എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ തേടി പിടിച്ച് അവിടെ ചെന്ന് എത്തിയതാണ്. അപ്പൊ അങ്ങനെ ചെന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ എന്റെ അടുത്ത് വരുമ്പോഴത്തേന് എനിക്ക് തന്നെ അതിശയമാണ്. അത് സ്ഥായിയായ ഭാവമാണ് നമ്മളുടെ, അതുകൊണ്ട് വേറെ നമ്മുടെ അതെ. ഓക്കെ, ഞാൻ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്രയാ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ആർമിയിൽ? ബ്രിട്ടീഷ് ആർമിയുടെ സ്റ്റാർട്ടിങ് ഇപ്പൊ ഉള്ളത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. അവരുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാന്ന് മാത്രമേ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 17,750 ആയിരുന്നു per annum ട്രെയിനിങ്ങിന്റെ സമയത്ത്. ട്രെയിനിങ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ജോലിക്കനുസരിച്ച് നമുക്ക് LSA ഉണ്ട്, അലവൻസ് ആണ്. LSA കിട്ടും. പിന്നെ നമ്മൾ എബ്രോഡ് പോവുകയാണെങ്കിൽ, നമ്മൾ അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകാൻ നമുക്ക് ഡേഞ്ചർ മണി ഉണ്ട്, പിന്നെ LSA ഉണ്ട്, പിന്നെ UN അലവൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു നല്ല പൈസ അവിടെ പുറത്തൊക്കെ പോവാണെങ്കിൽ കിട്ടും. പക്ഷെ അത് ഉപയോഗിക്കാൻ നിങ്ങൾ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. അല്ല, അതും കൂടെ മെൻഷൻ. അപ്പൊ നമ്മൾ ആർമിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ഡൈ ഹൗ വുഡ് യു ലൈക്ക് ടു ഗെറ്റ് ബറീഡ്? അത് സത്യമായ കാര്യമാണ്. അതിനിടയ്ക്ക് ഇപ്പൊ ട്രെയിനിങ്ങിന് ഇടയ്ക്ക് മരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്റെ കൂടെ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മുടെ അടുത്തും വലത്തും നിൽക്കുന്നവർ ചിലപ്പോൾ മരിച്ചു പോവാം. അല്ലെ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കൈയും കാലും പോവാം. ഒരു IED ഒക്കെ ബ്ലാസ്റ്റ് ആയിട്ട് കൈയും കാലും പോവാം. അങ്ങനൊക്കെ പോകും. ഇത് കാരണം അവർക്കത് അറിയണം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ആദ്യമുള്ള ചോദ്യം ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചോദ്യമാണ്. ട്രെയിനിങ്ങിന് ഇടയ്ക്ക് ചിലപ്പോൾ മരിച്ചു പോയേക്കാം. പേടിപ്പിക്കാൻ പറയുന്നതല്ല, അതാണ് അതിന്റെ ഫാക്ട്. ഞാൻ ചിരിക്കുന്നതല്ല, ആൾക്കാരുടെ കമന്റ് വന്നു ആ ഫ്ലോ അങ്ങ് പോയി. ഇത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമില്ല. ആർമി ജോബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലാണെ ബോർഡറാണ്, ഇവിടെ ബോർഡർ ഇല്ല. ഇപ്പൊ സാലറി ഏകദേശം 25,200 എന്നുള്ളതാണ് അതിന്റെ താഴത്ത് കമന്റുകളിൽ വരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് അത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ട്രെയിനിങ്ങിന്. അറിഞ്ഞൂടാ, അതിനിപ്പോ പുള്ളി സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഇനി ബെനിഫിറ്റ്സ്, UK ആർമിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കാര്യമായിട്ട് ഒന്നുമില്ല. കമ്പയർ ടു ഇന്ത്യൻ ആർമി ഒന്നുമില്ല. കോട്ട ഉണ്ട് ഇവിടെ. നമുക്ക് സാലറി കിട്ടും, നമ്മൾ ടെസ്കോയിൽ പോയി കോട്ട മേടിക്കാം ആ സാലറി എടുത്ത്. അല്ലാതെ ഒന്നുമില്ല. ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യണം. നമുക്ക് മെസ്സിൽ ഫുഡ് കിട്ടും, ഒരു ചെറിയ ഫീ നമ്മൾ പേ ചെയ്യണം. നമ്മുടെ കോട്ട ചെറിയ കാരണം എന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ആൾക്കാർ വന്ന് മീൽ എടുത്ത് വേസ്റ്റ് ചെയ്യുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഓരോ മീലിനും, ഇപ്പൊ പുറത്ത് 10 കൊണ്ടുള്ള മീലാണെങ്കിൽ ക്യാൻറ്റീനിൽ ചിലപ്പം 2.5 പൗണ്ട് 3 കൊണ്ടേ ഉണ്ടാവുള്ളൂ. സ്റ്റിൽ നമ്മൾ പേ ചെയ്യണം. ഓക്കെ, നമ്മുടെ നാട്ടിലെ പോലെ മെസ്സ് ഫ്രീ ഒന്നുമല്ല. പിന്നെ അക്കോമഡേഷൻ, ആർമി ക്യാമ്പിലുള്ള അക്കോമഡേഷൻ, അതിനും നമ്മുടെ സാലറിയിൽ നിന്ന് അവര് ഒരു ശതമാനം പൈസ, നമ്മുടെ സാലറി എത്രയാണോ അതിന്റെ ഒരു ശതമാനം പൈസ അവർ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട്, മാരീഡ് ക്വാർട്ടർ കിട്ടും. കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അതിന് അവിടെ ആ ഏരിയയിലെ മാർക്കറ്റ് റെന്റ് എത്രയുണ്ടോ അതിന്റെ 50% നമ്മുടെ സാലറിന്ന് കട്ട് ചെയ്യും. 50% ഡിഡക്ഷൻ ഉണ്ട്, അത്രയാണ്. അപ്പൊ അല്ലാതെ നമുക്ക് ഇപ്പൊ പെൻഷൻ ഉണ്ടാവുമല്ലോ. പെൻഷൻ നമ്മൾ 22 ഇയേഴ്സ് ആർമി സർവീസ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ പെൻഷൻ ഉണ്ട്. നമ്മളിപ്പം വിത്തിൻ 22 ഇപ്പൊ 4 വർഷം കഴിഞ്ഞാൽ, 5 വർഷം കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പെൻഷൻ ഉടനടി പെൻഷൻ ഇല്ല. സ്റ്റേറ്റ് പെൻഷൻ നമ്മൾ 65 വയസ്സാകുമ്പോൾ കിട്ടുന്ന പെൻഷൻ, സ്റ്റേറ്റ് പെൻഷന്റെ കൂടെ പ്ലസ് ഒരു ആർമി പെൻഷൻ ഉണ്ടാവും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമി ബ്രിട്ടീഷ് ആർമി കമ്പയർ ചെയ്യാൻ എങ്ങനെയിരിക്കും? ബ്രിട്ടീഷ് ആർമി ഫണ്ട് അങ്ങനെ ഒത്തിരി ഫണ്ട് ഇവർക്ക് വേണ്ടിട്ട് അങ്ങനെ മുടക്കാറില്ല. ബേസിക് നീഡ്സ് മാത്രമേ അവർ ചെയ്യാറുള്ളൂ. പിന്നെ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാല് ഒരുപാട് ഫണ്ട് ഉണ്ട് ഡിഫൻസിന് വേണ്ടിട്ട്, ഒരുപാട് ഫണ്ട് ഉണ്ട്. ഇങ്ങനെ UK വളരെ കുറഞ്ഞ തുകയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർമിക്ക് വലിയ ബെനിഫിറ്റ്സ് ഇല്ല. എല്ലാവരും ഒരു ജോബ് ചെയ്യുന്ന പോലെ ജോബ് ചെയ്യണം. ഒരു ജോലി. പിന്നെ അതിനോട് ആ യൂണിഫോമിനോട് ഫാൻസുള്ള, എനിക്ക് യൂണിഫോം ഒരു ഡ്രീം ആയിരുന്നു. ഞാൻ അന്ന് സാലറി ഒന്നും കയറി എനിക്ക് അക്കൗണ്ട് കിട്ടുന്നത് ഞാൻ സാലറി നോക്കി, അങ്ങനെ സാലറി നോക്കിയല്ല. ഒന്ന് ഒരു വിസ വന്നു, രണ്ടാമത്
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഡ്രീം ആയിരുന്നു. ഓക്കെ. എനിക്ക് ഇന്ത്യയിൽ എന്റെ സ്വന്തം രാജ്യത്ത് നടക്കാത്ത ഒരു കാര്യം ഇവിടെ നടക്കുകയാണ്. അതെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും. അതിൽ വേജസ് എന്ന് പറഞ്ഞ സെക്കൻഡറി ആണ്. അതെ. അതിപ്പം അപ്ലൈ ചെയ്യുന്ന ഓരോരുത്തരുടെ അല്ല പ്രിഫറൻസ് ആണ്. തീർച്ചയായിട്ടും അതിപ്പോ താഴ്ത്തു വരുന്ന ചോദ്യമാണ് ഇന്ത്യൻ ആർമി വേഴ്സ് ബ്രിട്ടീഷ് ആർമി എങ്ങനെയുണ്ടാവും. ഇന്ത്യൻ ആർമി UK ആർമി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യത്തിൽ വ്യത്യസ്തമാണ്. ഒരുപാട് എന്താ പറയാ, എനിക്കൊന്ന് അപ്ഡേറ്റഡ് ആണ് കുറച്ചും കൂടി അല്ലെ. ബ്രിട്ടീഷ് ആർമി ഹൈലി അപ്ഡേറ്റഡ് വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ ഇന്ത്യൻ ആർമി വിട്ടുകൊടുക്കില്ല. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യൻ ആർമി ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് നമ്മള് ഇപ്പം ഇന്ത്യൻ റെയിൽവേ ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്താണല്ലോ. അതെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മള് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു, അത് റിയാലിറ്റിയാണ്, ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്ത ഒരു ആർമി പാറ്റേൺ ആണ് ഇപ്പോഴും അവർ അതാണ് ഫോളോ ചെയ്തത്. അതിനകത്ത് വലിയൊരു മാറ്റമില്ല. പക്ഷെ UK എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ കാര്യത്തിലും വികസനത്തിന്റെ ഇപ്പൊ മെഡിക്കൽ ആണെങ്കിലും റോഡാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലും നമ്മൾ ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ UK ഇച്ചിരി അപ്ഡേറ്റഡ് ആണ്, ഇച്ചിരി നല്ല ഹൈലി അപ്ഡേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഡിഫൻസിന്റെ കാര്യത്തിലും UK ഹൈലി അപ്ഡേറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ആർമി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വേൾഡിൽ തന്നെ 2-3 റാങ്കുകൾ ഉണ്ട്. അതുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ സോൾജേഴ്സിന്റെ ഹാർഡ് വർക്ക്, അതായത് നമ്മുടെ ഇന്ത്യയുടെ മാൻ പവർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ മാൻ പവർ ഏതൊരു ഇതിലേക്കും മാൻ പവർ ഉണ്ട്, അവർക്ക് അതുപോലെ യൂസ് ചെയ്യാം. അത്രയ്ക്ക് ഒരു എക്സ്പെൻസ് വേണ്ട. പക്ഷേ ബ്രിട്ടീഷ് ആർമി കോമൺവെൽത്ത് കൺട്രീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ബ്രോ വിചാരിക്കുന്നത്? നമ്മുടെ ഒരു എന്താ പറയുക ആത്മാർത്ഥതയൊക്കെ ആയിരിക്കും. മാൻ ഷോർട്ടേജ് ആണ്. ഇല്ല, അപ്പൊ ഇവിടെ അവർക്ക് അവരുടെ ഓൺ ആൾക്കാരെ കിട്ടാനുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ആവശ്യമില്ലല്ലോ. ഇല്ല ഷോർട്ടേജ് ആണ്. അപ്പം നമ്മുടെ ആൾക്കാരെ ഇന്ത്യയിൽ നമുക്ക് അതുപോലെ ഇപ്പൊ ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെന്റ് വെച്ചാല് 10,000 കണക്കിന് ആൾക്കാർ പോയി ക്യൂ നിൽക്കാനുണ്ട്. ഇവിടെ വെച്ച് അങ്ങനെയല്ല, ഇവര് റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ടും ആളെ കിട്ടാ വരുമ്പോഴാണ് ഇവരിങ്ങനെ കോമൺവെൽത്ത് കൺട്രീസിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. ഇവർക്ക് ആളെ വേണം. തീർച്ചയായിട്ടും ഇതൊക്കെ ഇതിനകത്തൊരു റിയാലിറ്റിയാണ്. അതൊരു കമന്റ് വന്നിട്ടുണ്ട്, വി ആർ ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ്, നമുക്ക് അവിടെ കിട്ടാൻ വന്നൊരു ജോലി ഇവിടെ കിട്ടിയെന്നേ ഉള്ളൂ. അതല്ല നമ്മൾ ആക്ച്വലി നമ്മൾ ഇന്ത്യൻ ആർമിയും ബ്രിട്ടീഷ് ആർമിയും കമ്പയർ ചെയ്തപ്പോ ചോര തിളച്ചു, പെട്ടെന്ന് ചോര കളിക്കും. അല്ല അത് സ്വാഭാവികം. നമ്മള് ഇന്ത്യൻസ് ആകുമ്പോ നമ്മള് അതൊരു സ്വാഭാവികമായിട്ടൊരു ഒരു ഗൂസ് ബംസ് വരുമല്ലോ നമുക്ക്. അപ്പൊ അതങ്ങനെയുള്ളൂ. അത് അല്ലാതെ നമുക്കിപ്പോ ഇവിടത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പൊ ലോജിസ്റ്റിക്സ് പരമായിട്ട് ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും ഇവിടെ അല്ലെ. എത്ര വർഷം വർക്ക് ചെയ്യണം എന്നതിനകത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് മിനിമം 4 years ആണ്. അത് നമ്മൾ പറയാൻ പറ്റിയ ഒരു പോയിന്റ് ആണ്. ചോദിച്ച ആള് വെരി ഗുഡ്. അതുപോലെ എലിജിബിലിറ്റി ഒക്കെ പറഞ്ഞു. ഞാൻ അത് ഇനി നമ്മൾ വീഡിയോ ഇപ്പം ഈ എലിജിബിലിറ്റി എന്നോട് ഇപ്പം ഇന്നലെ മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ സ്കോട്ടിഷ് മല്ലു ഡയറീസിന്റെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോ ഞാൻ എല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വിട്ടിട്ടുണ്ട്. എന്നാലും എടുത്തിയാടി എലിജിബിലിറ്റി എന്താണ്, ഫിസിക്കൽ എന്താണ്, ഇതൊക്കെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായ വർക്ക് നിങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം നിങ്ങൾ സ്വയം തേടി കണ്ടെത്തുക. അതൊരു സുഖമാണ്. നമ്മള് അത് ഓക്കെ, നമ്മൾ അത് അവരെന്തായാലും നമ്മൾ ഇപ്പൊ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കമന്റ്സ് കുറച്ച് എന്തായാലും വരും. അത് നമ്മൾ നോക്കണ്ട. മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് എലിജിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോ നമ്മളിത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ഇവർക്ക് എലിജിബിലിറ്റി എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. 1. പിന്നെ 2, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ അവർക്ക് ലിങ്ക് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ ചെയ്താൽ പറഞ്ഞ പോലും അവർ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ട്, കുറച്ച് പേരുണ്ട്. ഓക്കെ, അത് ഓക്കെ. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നോക്കി വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് റെഫറൻസ് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് എന്തായാലും ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ലിങ്ക് ഞാനിപ്പോ താഴത്ത് തന്നെ കൊടുക്കാം. ആ ഗ്രൂപ്പ് നമുക്കിപ്പോ തന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ ബ്രോ നിങ്ങൾ അത് നല്ല രീതിയിൽ ഡീൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. UK-ലെയും ബ്രിട്ടീഷ് ആർമി UK എല്ലാം മനസ്സിലായി. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യൻ കൂടി ലാസ്റ്റ് ചോദിക്കാം. ബ്രോ ബോഡി ടാറ്റു പ്രശ്നമാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് കേട്ടോ. യെസ്, അതായത് ടാറ്റുവിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് നമ്മുടെ കൈമുട്ടിന്റെ താഴോട്ട് ഉള്ള ടാറ്റു അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നെക്കിന് മുകളിലേക്കുള്ള അതായത് യൂണിഫോം ഇട്ട് നമ്മളൊരു പരേഡിന് നിന്നാല് നമ്മുടെ ടാറ്റു കാണാൻ പാടില്ല. ഇപ്പം ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ടാ നിൽക്കുന്നതെങ്കിലും ടാറ്റു കാണാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ചെസ്റ്റിലൊക്കെ ടാറ്റുവെങ്കില് അത് കുഴപ്പമില്ല കാര്യം. കയ്യിലൊക്കെ അതായത് നമ്മുടെ എൽബോയുടെ താഴെയൊക്കെ ടാറ്റു അടിച്ചാൽ
അത് പ്രശ്നമാണ്, അത് പറ്റത്തില്ല. പിന്നെ നെക്കിൽ ഇങ്ങനെ കയറ്റി അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് പ്രശ്നം. അതൊക്കെ പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒരു ചോദ്യം കൂടി, ഭയങ്കര ഒരു ചോദ്യമുണ്ട്, ഡെത്ത് ആയി കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അത് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ പേ ഔട്ട് ചെയ്യുന്ന ഒരു പൈസ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബ്രിട്ടീഷ് ആർമിയുടെ. അപ്പോ ബ്രിട്ടീഷ് ആർമിയിൽ അവസരങ്ങളുണ്ട്, നമുക്ക് അറിയാഞ്ഞിട്ടാണ് പലർക്കും. അറിയാത്തവര് കമന്റ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ പലരും ഇനി 5 വർഷം വേണം, ഇനിയിപ്പോ നമുക്ക് പറ്റില്ല, ഇന്ത്യക്കാർക്ക് പറ്റില്ല, ബ്രിട്ടീഷുകാരനാവണം എന്നുള്ള ആ ഒരു കമന്റ് നിങ്ങൾ ചെയ്യേണ്ട. അത് ഇനി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ മണ്ടന്മാരാണെന്ന് പറയേണ്ടി വരും. ഒരാഴ്ചത്തേക്ക്, ഇന്നലെ തൊട്ട് ഒരാഴ്ചത്തേക്ക് വേണ്ട. ബൗണ്ടി സ്കീം വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട. അല്ലെങ്കിൽ UK 5 വർഷം ആവണം, 3 വർഷം. അപ്പൊ നമ്മളൊരു ബ്രിട്ടീഷ് ആർമിയിൽ ഒരു ആപ്ലിക്കേഷൻ ഇട്ടു. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ഓൺലൈനിൽ പോയിട്ട്. അപ്പൊ അവർ റിപ്ലൈ തരും, യു ഡിഡന്റ് മീറ്റ് ദ ക്രൈറ്റീരിയ, യു ഹാവ് ടു ബി ഇൻ UK ഫോർ 3 years or 5 years. അത് പല ജോബിനും പല രീതിയിലുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബൗണ്ടി സ്കീമിന് അതിനകത്ത് ആവശ്യമില്ല. പിന്നെ 37 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർഫോഴ്സ് 43 വയസ്സ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യാം. എയർഫോഴ്സിന്റെ വെബ്സൈറ്റിൽ പോവുക, ട്രൈ ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനൊന്നും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നാളെ തൊട്ട് എന്താണ് റിക്വയർമെന്റ്, എന്താണ് എലിജിബിലിറ്റി, വെബ്സൈറ്റിൽ പോവുക, കൊടുക്കുക, അപ്ലൈ ചെയ്യാം. സീനില്ല. അതൊക്കെ ഹൈറ്റ് ഇഷ്യൂ ഉണ്ടോ? ഇല്ല, ഹൈറ്റ് ഇഷ്യൂ ഇല്ല. ഓക്കെ. തീരെ കുറയായിരുന്നാ മതി. അതെ, എനിക്കൊന്ന് ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു ഇത്രയും സമയം കൊണ്ട്. എനിക്കൊന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിത് കട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള പാർട്ടുകൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. സോ ബ്രോ, ഈ നമ്മുടെ ഒരു അരുൺ ബ്രോക്ക് ഒരു ചാനലുണ്ട്, സ്കോട്ടിഷ് മല്ലു ഡയറീസ് എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇത് കട്ട് ചെയ്ത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ താഴത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ചാനലിന്റെ ലിങ്കും നമ്മുടെ വാട്സാപ്പിന്റെ ലിങ്കും എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്താൽ തന്നെ അത് വർക്ക് ആവാനുള്ള സാധ്യത ഇല്ല. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലിങ്ക് ഇടാം. നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അതിനെ ഗൂഗിൾ മറ്റേ ഇമേജിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ട്രാൻസ്ലേറ്റർ വീഡിയോ അത് കൺവേർട്ട് ചെയ്ത് ലിങ്ക് എടുക്കാൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ചെയ്യാം. എന്നാലും നമ്മൾ ലിങ്കുകളെല്ലാം ഇപ്പൊ തന്നെ ഇന്ന് തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. സോ ബ്രോ, വന്നതിൽ കുറച്ച് നേരം സംസാരിച്ച് ചെയ്തതിൽ വളരെ സന്തോഷം. അപ്പോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ താങ്ക് യു. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാൻ ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു. ഒന്നാമത് ഇവിടെ ഞാനിപ്പോ ഒരു പ്രോഗ്രാം ഞാൻ എടുത്തു. ഇപ്പൊ നമ്മുടെ അജയന്റെ 2ാം വർഷം എന്ന് പറഞ്ഞിട്ടുള്ള മാഞ്ചസ്റ്റർ എവിത്തിൻ ഷോ ഫോറം സെന്ററിൽ വെച്ച് നടക്കുന്ന ടോവിനോ, അതുപോലെ തന്നെ ജിതിൻ ലാൽ ഡയറക്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ RJ മിഥുൻ വരുന്നുണ്ട്, നമ്മുടെ വീണ്ടും കുറച്ച് ആക്ടേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. ഞാൻ ബ്രോനെ ഇൻവൈറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും സമയത്ത് വരിക. ആയിക്കോട്ടെ. നമ്മുടെ ടോൺ ബിബ്രോ ഉണ്ട്. ടോൺ ബിബ്രോ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ടോൺ ബിബ്രോയ്ക്ക് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നേ. അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് കാണാം, ഇവിടെ ഒന്ന് കാണാം. എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്ററിൽ നമുക്ക് അങ്ങനെ ഒരു മീറ്റപ്പും കൂടി വെക്കാം. തീർച്ചയായിട്ടും.